വരുൺ, ഇവിടെ വനത്തിനടുത്ത് കത്തിക്കരിഞ്ഞൊരു മൃതദേഹം കണ്ടു. ഒരു സ്ത്രീയുടേതാണ്. എപ്പോഴും പറയുന്നതല്ലേ, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി മാത്രം എനിക്ക് ആയുസ് നീട്ടി കിട്ടുന്നത്. എന്നിട്ട് ഇപ്പോ പനിയുണ്ട്. സുഖമില്ലാത്ത അവസ്ഥയിൽ ഒരുപാട് സങ്കടപ്പെടാൻ നിൽക്കണ്ട. എല്ലാവരുടെ വിഷമങ്ങളും ഉള്ളിൽ തന്നെ വെക്കണം. അതൊക്കെ നിത്യേന ഓർക്കണം. ആ കണ്ണീര് തുടയ്ക്കുന്ന ഒരു ധൈര്യം നമുക്ക് വേണം. വീണു പോയിട്ടില്ല വരുൺ. വരുൺ നെഞ്ചം വിരിച്ചു നടക്കണം, ചതിച്ചവരുടെ ഒക്കെ മുന്നിൽ. താനാണ് ഇപ്പൊ എന്റെ ധൈര്യം. ആ മാത്രം. എങ്ങോട്ടാ ഇടിച്ചേറി പോകുന്നേ? അത് കാണാനാ സാറേ. ബാക്കിയുള്ളവർ ഇത് കണ്ട് തകർന്നു നിൽക്കുവാ. അപ്പോഴവന്റെ വരും. അങ്ങോട്ട് പറയടാ. സർ, ഐഡന്റിഫിക്കേഷൻ എന്തെങ്കിലും? ആർക്കും ഒരു വ്യക്തതയില്ല സർ. ബോഡി ഫുള്ള് ഡാമേജഡ് ആണോ? യെസ് സർ, ബോഡി മൊത്തം കത്തി കരിഞ്ഞുപോയി. അത് കവർ ചെയ്തേക്ക്. ചെയ്യും. സർ, ഏകദേശം ആ ഏരിയയിൽ നിന്ന് ഒരു ഹാൻഡ് ബാഗ് കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ സാരിയുടെ ഒരു ഭാഗം കത്താതെ ബാക്കിയുണ്ടായിരുന്നു സർ. കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അറ്റുപോയതായിരിക്കും. അത് കാണിച്ചേ. അതിങ്ങനത്തെ. സർ, ആ ബാഗ് പരിശോധിച്ചല്ലേ? ഇല്ല, പരിശോധിച്ചില്ല. സാറ് വന്നിട്ടാകാമെന്ന് കരുതി. Take it. My God. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് വരുൺ. താനിപ്പോൾ എവിടെ ഉണ്ട്? ഞാനിവിടെ രാധികയുടെ വീട്ടിലാണ് സർ. എന്തു പറ്റി? ഞാനൊരു ലൊക്കേഷൻ സെൻഡ് ചെയ്യാം. താൻ എത്രയും പെട്ടെന്ന് രാധികയും കൂട്ടി ഇങ്ങോട്ട് വരണം. സർ, വരുൺ, ഇവിടെ വനത്തിനടുത്ത് കത്തിക്കരിഞ്ഞൊരു മൃതദേഹം കണ്ടു. ഒരു സ്ത്രീയുടേതാണ്.
സർ ഷുവറാണോ? നിങ്ങൾ വരൂ. ബോഡി ഇപ്പോൾ ഇവിടുന്ന് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ ലൊക്കേഷനാണ് ഞാൻ അയക്കാമെന്ന് പറഞ്ഞത്. സർ ഏത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ കൊണ്ട് വന്നോളാം. മെഡിക്കൽ കോളേജിലായിരിക്കും. ഓക്കെ, ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ട്, ഞാൻ വിളിക്കാം. ശരി സർ. നമുക്കേ ഒരു സ്ഥലം വരെ പോണം. എവിടേക്കാ? വരണെന്താ അല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, നമുക്ക് ഒരു സ്ഥലം വരെ പോണം. എന്താ കാര്യം പറ. വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ വരണെന്താ ഇങ്ങനെ? കാര്യം പറ. വരുൺ, അതെ, ഒന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. നമ്മള് എസ്.പിയുടെ അടുത്തേക്കാ പോകുന്നേ. എസ്.പിയുടെ അടുത്തേക്കോ? എന്തിന്? താനേ ഇപ്പൊ എന്നോടും ചോദിക്കില്ലേ, താൻ എൻ്റെ കൂടെ വാ. എന്താ? വാ വാ. ഞങ്ങളിപ്പോ നിൽക്കുന്നത് മോർച്ചറിയുടെ മുന്നിൽ തന്നെയാണ്. വരുൺ, എന്താ നമ്മൾ ഈ മോർച്ചറിയുടെ മുന്നില്?